Hi friends, എല്ലാവർക്കും ഓറഞ്ച് പിപ്സിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആക്ച്വലി ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ആ വണ്ടി വേറെ ഏതുമല്ല, ചേതക്കിൻ്റെ EV ആണ്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതിൻ്റെ തന്നെ എടുത്തേക്കാമെന്ന് അങ്ങനെ ഓർത്തു. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പറയാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നന്ദുവാണ്. നന്ദു ഏറ്റുമാനൂരുള്ള ചേതക്കിൻ്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്ദു, വെൽക്കം ടു ഓറഞ്ച് പിപ്സ്. ചേതക്കിൻ്റെ EVക്ക് എന്ന് പറഞ്ഞാൽ 2 മോഡൽസാണ് വരുന്നത്, അർബനും പ്രീമിയവും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണെങ്കിൽ അർബൻ മോഡലായിരുന്നു. ഈ വണ്ടിക്കാണെങ്കിൽ ഈ സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ ഉള്ള പോലെ ബെൽറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് മോട്ടർ വീലിലോട്ട് തന്നെയാണ് ഘടിപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് തന്നെ ചോദിച്ചറിയാം. ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ പറയാമോ? എത്ര നമുക്ക് ചാർജർ വരുന്നത് ഇതാണ് നമ്മുടെ ചാർജർ. ഇത് കുത്തി നമുക്ക് 600 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. അപ്പോൾ ഇത് പ്രീമിയം മോഡലിന് നമുക്ക് ഒരു 3.5 മണിക്കൂറോളം കുത്തിയിട്ട് കഴിഞ്ഞാൽ ഫുൾ ചാർജ് നമുക്ക് 127 കിലോമീറ്ററോളം പോകാൻ പറ്റും. അതിനുള്ള ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബാറ്ററി കപ്പാസിറ്റി നമുക്ക് 3.2 വരുന്നത്. 3.2 ലിഥിയമാണ് ബാറ്ററി വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് കണ്ടോ, ചെറിയൊരു ക്രോമിയം പ്ലേറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ വേരിയന്റ് ഇങ്ങനെ തന്നെയാണോ? പുതിയ വേരിയന്റ് സെയിം വരുന്നത്. ബാക്ക് ഉണ്ട് നമുക്ക് ശരിക്കും ഒരു ഫാസ്റ്റിനോട് മോഡൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ടോ, ഇതൊരു ഇവിടെ തോന്നുന്നില്ല, അങ്ങനെ ഒരു ലുക്ക് തോന്നുന്നുണ്ട്. ഇവിടെയും ചെറിയ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് വരുന്ന ഏറ്റവും താഴെയാണ് കേട്ടോ. നല്ലൊരു പ്രീമിയം മോഡൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ സ്റ്റിച്ചൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ലുക്കിലാണ് വരുന്നത്. ബ്ലാക്കിൽ വൈറ്റ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കീലെസ് ആണെന്ന് പറയാം. പിന്നെ ഇത് 1.5 മീറ്റർ വണ്ടിയുടെ ചുറ്റിൽ തന്നെ 1.5 മീറ്റർ ഉള്ളിൽ മാത്രമേ വണ്ടി ഓൺ ആവുള്ളൂ. ഇത് പ്രസ് ചെയ്താലാണോ ഇത് ഓൺ? അല്ല, അത് നമുക്ക് കൈയുടെ പിന്നെ ഓണാന്ന് വെച്ചാൽ ഒരു ടാപ്പ് ഞെക്കി കഴിയുമ്പോൾ വണ്ടി ഓണാവും. ഡ്രൈവ് അല്ല, നമുക്ക് ന്യൂട്രൽ ഇപ്പോൾ കിടക്കുന്നത്. വണ്ടി കയറി സ്റ്റാൻഡ് തട്ടി ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ട് വരുള്ളൂ. റിവേഴ്സ് മോഡ് ഉണ്ട്. റിവേഴ്സ് മോഡ് എന്ന് പറയുമ്പോൾ ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് റിവേഴ്സ് കിട്ടും. ഒരു 5 അതിവിടെ കാണിക്കുന്നുണ്ട്. റിവേഴ്സ് മോഡ് കാണിക്കും. ഇതിപ്പം ഇതാ കാണിക്കുന്നത്, ന്യൂട്രൽ കാണിക്കുന്നത്, സ്റ്റാൻഡ് കിടക്കുന്നുണ്ട്. ഡി വന്നു അല്ലേ? ഇനി അപ്പോൾ നമ്മൾ റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ഞെക്കി പിടിച്ചാൽ മതി. ഓക്കെ, റിവേഴ്സ് വരും. അപ്പോൾ പുറകിലോട്ട് പോകും. കഷ്ടപ്പെട്ട് പുറകോട്ട് തള്ളി നീക്കേണ്ട ആവശ്യമില്ല. ഈ ജസ്റ്റ് ഡി ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ, ജസ്റ്റ് വണ്ടി ഓടിക്കാൻ തോന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് 2 പ്രാവശ്യം ഞെക്കിയാൽ മതി അല്ലേ? ഓക്കെ. ഇതിൻ്റെ ബ്രേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രം ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ബാക്കിലാണ് ഡ്രം. അതേസമയം അർബൻ മോഡലാണെങ്കിൽ 2നും ഡിസ്ക് തന്നെയാണ് വരുന്നത്. ഇതാണ് മോട്ടർ നമ്മുടെ, നമുക്ക് നേരിട്ട് വിത്തുന്നത് തന്നെയാണ് വണ്ടി. പിന്നപ്പം ബാക്കി ഇലക്ട്രിക് സ്കൂട്ടറെല്ലാം ബെൽറ്റും ചെയ്യുമായിട്ട് വരും. ഇതിനകത്ത് കാര്യങ്ങളും സൈസ് വരുന്നത് 12 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. അതുപോലെ തന്നെ MRP സ്റ്റോക്ക് ടയറും 2നും 12 ഇഞ്ചാണ്. 12. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് 2 സൈഡിലാണ്. 2 സൈഡിൽ. മറ്റേ സാധാരണ സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഈ സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇത് നമുക്ക് 2 സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ സീറ്റിനോട് തന്നെ ചേർന്നിട്ടാട്ടോ. ഇതിൽ മാക്സിമം ഒരു 3 kg വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. കണ്ടില്ലേ? പിന്നെ നമ്മളിത് ഇവിടെ ഈ കാണുന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഓപ്പൺ ആവുന്നത് കണ്ടില്ലേ? ഫോൺ കുത്തിയിടാം. ഫോൺ ഇവിടെ ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ടൂൾ ബോക്സ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളെല്ലാം വണ്ടിക്ക് തന്നെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആ ബട്ടൺ. നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിക്കി ഇവിടെ ഓപ്പൺ ആവും. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തേനും സ്പേസ് കുറവല്ലേ? ഹെൽമെറ്റ് സ്പേസ് കുറവാണ്. ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽമെറ്റ് ഇങ്ങനെയുള്ള ഹെൽമെറ്റാനുള്ള സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ചെറിയൊരു ലാമ്പ് വരുന്നുണ്ട്. ഇവിടെയാണ് കുത്തിയിടുന്നത്. ഇവിടെ നമുക്ക് ചാർജ് വെച്ച് കുത്തിയിട്ട് ഇതൊന്ന് ഫുൾ സ്റ്റാൻഡ് വലിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. രക്ഷയില്ല. ഇല്ല ഇച്ചിരി വെയിറ്റ് ഉള്ള വണ്ടി. ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്? 750 രൂപ 1000 നമുക്ക് ആ ഫസ്റ്റ് സർവീസ്
പിന്നെ അതല്ലാതെ 50,000 കിലോമീറ്ററിലാണെങ്കിൽ എത്ര ഫ്രീ സർവീസാണ് വരുന്നത്? ഫ്രീ സർവീസ് ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ബാറ്ററിയുടെ വാറണ്ടി എത്രയാണ് വരുന്നത്? ബാറ്ററിയുടെ വാറണ്ടി 3 വർഷത്തേക്കാണ് നമുക്ക് വരുന്നത്. അതൊരു ഇച്ചിരി സമാധാനമുള്ള കാര്യമാണ്. ഇത്ര കാര്യം ഞാൻ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് ഹെൽമെറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ കൂടെ തന്നെ ഓടിക്കുന്നുള്ളൂ. ഞങ്ങൾ ആക്ച്വലി ഹെൽമെറ്റൊക്കെ എടുക്കാണ്ടാണ് വന്നത്. സ്റ്റാൻഡ് ഇച്ചിരി മുറുക്കുണ്ട് കേട്ടോ, അതേ പോണു. ബ്രേക്ക് പിടിച്ചാലാണ് ഓഫ് ആവുള്ളൂ അല്ലേ? സ്റ്റാൻഡ് ടൈം ന്യൂട്രൽ വീഴും. ഞാനിപ്പോൾ ഹെൽമെറ്റ് ഇടാത്തതുകൊണ്ട് ഒത്തിരി ദൂരം ഒന്നും പോയില്ല, ജസ്റ്റ് ഈ കയറ്റമൊക്കെ ഒന്ന് കയറി ഒന്ന് പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയപ്പോൾ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ എടുത്തു പറയാമെന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ വണ്ടി ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ ആ സൗണ്ട് ഒരു വണ്ടി ഓടിക്കാൻ തോന്നില്ല, കാരണം അത്രയും സ്മൂത്താണ്, ഒട്ടും സൗണ്ട് ഇല്ല. ഭയങ്കര ചുമ്മാ അങ്ങനെ ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ അങ്ങ് പോകും, അപ്പോൾ മൂവിങ് ആണെന്ന് പോലും മനസ്സിലാവില്ല, അത്രയും സോഫ്റ്റാണ്. പിന്നെ വണ്ടി അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 134 കിലോ, അതൊക്കെ വെയിറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 9430 കിലോമീറ്ററോളൊക്കെ ഓടിയ വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നറിയത്തില്ല. ചെറിയൊരു പമ്പിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കയറ്റൊക്കെ കയറിയപ്പോൾ, അതിന് കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പുള്ളിങ്ങൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമില്ല. പിന്നെ പുതിയ വണ്ടിക്ക് ഈ പറഞ്ഞ TFT കുറച്ചും കൂടെ വന്നിട്ടുണ്ട്, അതിൽ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കുറച്ചുകൂടെ മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. ഇപ്പോൾ ഇച്ചിരി പഴയ വേരിയൻ്റ് നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പഴയ വണ്ടിയൊക്കെ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, അപ്പോൾ പുതിയ വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോറൂമിൽ പോയിട്ട് അതിൻ്റെ ജസ്റ്റ് കാര്യങ്ങളോട് ചോദിച്ചറിയാം. ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്, ഈ സ്വിച്ചസിലും പിന്നെ ഈ ഡിസ്പ്ലേയിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് അവിടെ ചെന്ന് നോക്കാം. പിന്നെ അവർ റേഞ്ചും എല്ലാം കൂടിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ചേരക്ക്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം, പോവാം. അപ്പോൾ നമ്മൾ ഏറ്റുമാനുള്ള ഷോറൂം എത്തി. ഇതാണ് ചേതക്കിൻ്റെ ഷോറൂം, ഏറ്റുമാൻ്റെ അടുത്ത സ്ഥലം. ഇതല്ല പുതിയ മോഡൽ വരുന്നത്, അപ്പോൾ ഇതിൽ പഴയ വണ്ടിയായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് എന്തൊക്കെയാണെന്ന് പറയാമോ? ഫ്രണ്ട്സ് ഡിസ്പ്ലേ വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത്, നാവിഗേഷൻ അങ്ങനെയുള്ള വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. സ്വിച്ചസ് എല്ലാം വരുന്നുണ്ട്. അവിടെ ബ്ലൂടൂത്ത് സെറ്റിങ്സ്. റേഞ്ച് വ്യത്യാസം റേഞ്ച് നേരത്തെ 108 ആയിരുന്നു, ഇപ്പോൾ 125 റേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ DRLന്റെ അവിടെയും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പിനൊക്കെയാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ കുറച്ചും കൂടെ എനിക്ക് കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണോ ഇനി പഴയ വണ്ടി അതായതുകൊണ്ടാണോ യൂസ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു, ഇച്ചിരി ഒരു ഫിനിഷിങ് തോന്നുന്നുണ്ട് ഇതിന്. എടുത്തു പറയാവുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് ആകണ്ടോ ഡബിൾ കളർ ആക്കിയിട്ടുണ്ട്. പണ്ടത്തിൽ ഒറ്റ കളറായിരുന്നു, അത് മാറ്റി ഇപ്പോൾ ഡബിൾ കളർ കൊണ്ടുവന്നുണ്ട്. പിന്നെ ഡിക്കി സ്പേസ് ലോങ് പ്രസ് ചെയ്ത് ഡിക്കി കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. പണ്ടിൽ ശരിക്കും ഒരു ഹാഫ് ഹെൽമെറ്റ് മാത്രമേ വയ്ക്കത്തുള്ളായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം ഒരു ഫുൾ ഹെൽമെറ്റ് വയ്ക്കാമെന്നുള്ള സ്പേസ് ഉണ്ട്. ഇതിലിപ്പോൾ കുറേ സെറ്റിങ്സ് വരുന്നുണ്ട്. സെറ്റിങ്സ് എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലോക്ക് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബാക്ക് ബട്ടൺ, പിന്നെ ഈ വെഹിക്കിൾ ഇൻഫോർമേഷനകത്ത് ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേക്കകത്ത് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാതെയും ചേഞ്ച് ചെയ്യാത്തെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാർജർ വരുന്ന ഫ്രണ്ടിലാണ് കേട്ടോ. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞാൽ പവർ പ്ലഗ് ആണ് വരുന്നത്. പണ്ട് വന്നുകൊണ്ടിരുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ പ്ലഗ് ആയിരുന്നു, ഇപ്പോൾ അത് മാറ്റി ഒരു പവർ പ്ലഗ് കൊണ്ടുവന്നിട്ടുണ്ട്. 800 വാട്ടിൻ്റെ പവർ പ്ലഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ചാർജ് കയറുന്നുണ്ടെങ്കിൽ ഓക്കെ കാണിക്കും, ഇല്ലെങ്കിൽ ഫോൾട്ടൊക്കെ കാണിക്കും. എത്ര ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ് വരുന്നത്. എല്ലാവർക്കും ഏറ്റവും അറിയാനുള്ളൊരു ആകാംക്ഷയുള്ളൊരു പോയിന്റാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പ്രൈസ് പറ്റുമ്പോൾ വരുന്നത് ഓൺ റോഡ് ചെയ്തിട്ട് പ്രീമിയം മോഡലിന് 1,64,900 വരുന്നുണ്ട്. അതായത് സബ്സിഡി കഴിഞ്ഞിട്ട്, സബ്സിഡി 10,000 രൂപ കഴിഞ്ഞിട്ടാണ് 1,64,900 വരുന്നത്. പിന്നെ അർബൻ മോഡലിന് 1,40,000 സംതിങ് വരുന്നുണ്ട്, അത് സബ്സിഡി 10,000 രൂപ കഴിഞ്ഞിട്ട്, രണ്ട് മോഡൽ. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ ഒരു ഓഫർ വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫർ. അത് 8,300 രൂപ. അത് ഓൺ റോഡ് കിട്ടും, അല്ലാണ്ട് എക്സ്ചേഞ്ചിലും കിട്ടും. പഴയ പ്രൈസിൽ പറ്റുമ്പോൾ വണ്ടി കിട്ടും ഇപ്പോഴത്തെ ഓഫർ, ഈ മാസം ഓഫറിൽ. പിന്നെ ഈ ടെക് പാക്ക് കൂടെ വരുമ്പോൾ എക്സ്ട്രാ 9,000 രൂപ എക്സ്ട്രാ വരും. അർബൻ മോഡലിന് 8,000 രൂപ എക്സ്ട്രാ വരും.
അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ആ ഒരു മാസം കഴിയുമ്പോൾ 1 മന്ത് ഫ്രീ ആണ്, 30 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം. 5 വർഷം നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെ വീണ്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എടുത്തില്ല, വണ്ടി എടുക്കുമ്പോൾ അത് എടുക്കുന്നില്ല, അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ നമുക്കത് ടെക് പാക്ക് കയറ്റാൻ പറ്റുമോ? എപ്പോൾ ചെയ്താലും നമ്മൾ 5 വർഷം വണ്ടി ബില്ല് ചെയ്യുന്ന എന്നാണോ ആ ഡേറ്റ് തൊട്ട് 5 വർഷം വരെ മാക്സിമം. പിന്നെ അത് കഴിഞ്ഞ് 5 വർഷം പിന്നെ ചെയ്യണം. നമ്മൾ അതുപോലെ തന്നെ റോഡ് ചെയ്യുന്നത് 3 വർഷം കഴിഞ്ഞെടുത്താലും 2 വർഷം കിട്ടുള്ളൂ. 2 വർഷം കിട്ടുള്ളൂ. വണ്ടി ബില്ല് ചെയ്യുന്ന എന്നാണോ അന്ന് തൊട്ട് 5 വർഷം വരെ, പിന്നെയുള്ള 5 വർഷം അങ്ങനെ വരുള്ളൂ. വാറണ്ടിയും അതുപോലെ തന്നെയാണ്. എപ്പോൾ ചെയ്താലും ഫസ്റ്റത്തെ എമൗണ്ട് ആയിരിക്കും, എമൗണ്ട് വ്യത്യാസം വരും. പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഓൾറെഡി 3 വർഷം 50,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. കൂടാണ്ട് പിന്നെ ചെയ്യുമ്പം 2 വർഷം 20,000 കിലോമീറ്റർ. 5,990 എമൗണ്ട് വരുന്നത്. പിന്നെ അതിൽ എമൗണ്ട് ഡിഫറൻസ് വരും, ഡേയ്സ് മാറുമ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടി തന്നതും പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നന്ദുവിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എന്തെങ്കിലും ഈ വണ്ടിയെ പറ്റി അറിയാനൊക്കെ ആയിട്ടാണെങ്കിൽ ഏറ്റുമാനൂർ ബ്രാഞ്ചിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൽഫ്രീഡിൽ വിളിച്ച് നോക്കാം. അപ്പോൾ അവർ ഏത് സമയത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ദെൻ ബൈ.